കിലുക്കത്തിലെ രവി ചേച്ചിക്ക് മാമിന് പകരം രേലിനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു പ്രൈമറി തോട്ടൊക്കെയാണ്. എനിക്ക് എൻ്റെ അച്ഛനെ അറിയാവുന്നുണ്ട്. അച്ഛനും അങ്ങനെ ബയസ്ഡ് അല്ല, ഞാനും അങ്ങനെ ബയസ്ഡ് അല്ല. എൻ്റെ ജനങ്ങൾ തന്നെ ജയിപ്പിച്ച് വിട്ടിട്ടും അച്ഛനും അങ്ങനെ കേന്ദ്രമന്ത്രി ആവണം എന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതായത് സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാനായിട്ടോ അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. അജുവേട്ടൻ പറയുന്ന പോലെ ഒരേ സമയത്ത് വസന്തവും അതേ സമയത്ത് തന്നെ ന്യൂജൻ ആയിട്ടുള്ള കാര്യങ്ങളെ കൺസീവ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് നമ്മുടെ ഈ ജനറേഷൻ. ആ 90s കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ജംഗ്ഷനിലാണ് നമ്മളൊന്ന് നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് നീ ഒരു സൈഡിൽ വസന്ത ഒരു സൈഡിൽ ന്യൂജനെ കാസ്റ്റ് ചെയ്ത്. ഏകദേശം ആ ഒരു ഇപ്പോൾ ഫേസ്ബുക്കിൽ നോട്ടീസ് ചെയ്താൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പേജസിൻ്റെ പേരും അതിൽ വെറുതെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരൻ്റെയും വെറുതെ അച്ഛൻ്റെയും എൻ്റെയും ഇവർക്കൊരു ലൈക്ക് കൊടുക്കുമോ? അതപ്പോൾ എനിക്ക് അത് കാണുമ്പോഴത്തേക്ക് എന്നാ 2 തെറി മെസ്സേജ് അയക്കാം എന്നാൽ എനിക്ക് തന്നെ തോന്നാറുള്ളൂ അത് കാണുമ്പോഴത്തേക്ക്. അപ്പൊ പിന്നെ ഇവൻ എന്തിനു ലൈക്ക് കൊടുക്കുന്നത് ഇങ്ങനെ? അതായത് ഞാൻ എൻ്റെ അച്ഛനാ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സഹോദരനാ. ഗണേഷ് ഏട്ടനെ വിളിച്ചിട്ട് ഗണേഷ് സാറിന്റെ ഗണേശൻ കലക്കിന്ന് ഉള്ള യൂസേജാണ് അച്ഛൻ അഞ്ചേണ്ട തോളത്ത് തട്ടിയിട്ട് പറഞ്ഞത്. അച്ഛൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഗണേഷ് മാമന്റെ കുറെ ചേഷ്ടകളൊക്കെ അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സിൽ നിന്ന് സോയിൽ റഷ് ഉണ്ടായിരുന്ന ഒരു ലാൻഡാണ് നമ്മളുടേത്. അപ്പം ഒബ്വിയസ്ലി നമ്മളൊരു പോസ്റ്റ് അപ്പോക്കലിപ്സ് സിനാരിയോ ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റഡ് ആവുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കൊരു സയൻസ് ക്ലാസ്സിൽ മാത്രമല്ല അങ്ങനെ തന്നെ മതി. ഇങ്ങനെ ക്യാരക്ടർ വയ്ക്കുമ്പോൾ പറയാനേ അപ്പൊ ഞാൻ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യും. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഗോകുൽ സുരേഷ്, അരുൺ ചന്തു, അജു വർഗീസ് 3 പേരുമാണ്. നമസ്കാരം. ഈ മലയാളത്തിൽ ഈ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളം എന്ന ഐഡിയ എനിക്ക് തോന്നുന്നു ഇത്രയും എവിഡൻ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ഇങ്ങനൊരു പുതിയ കാഴ്ച വരുന്നത്. അരുൺ ചന്ത് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് അജുവേട്ടനിലേക്ക് ഈ കഥ വരുമ്പോൾ ഇത് ഈ ഫോർമാറ്റിലായിരുന്നില്ല, കുറച്ചുകൂടെ ഒരു ഏലിയൻ ഇൻവേഷൻ സിനിമയുടെ ഡാർക്ക് പരിപാടിയായിട്ടായിരുന്നു അജുവേട്ടനിലേക്ക് വരുന്നു എന്നുള്ളത്. അതിനുശേഷം കോവിഡ് സമയത്ത് ഈ ഷൂട്ടൊക്കെ തുടങ്ങിയതിന് മുന്നേ അതിനുശേഷം ഈ ഫോർമാറ്റിലേക്ക് വരുന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ഈ ട്രാൻസിഷൻ? അജുവേട്ടനിലേക്ക് വരുന്ന കഥ എങ്ങനെയായിരുന്നു? ആ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? വേഗമായിട്ടൊരു ഓർമ്മയേ ഉള്ളൂ. മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പറഞ്ഞ അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. പക്ഷെ തോട്ട് രസമുണ്ട്. കാൾ സേഗൻ ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം പറഞ്ഞു. ഏരിയൽ വ്യൂവിൽ നിന്ന് ലോകം കാണുമ്പോൾ ഒരു ചെറിയ ഡോട്ടേ ഉള്ളൂ എന്നുള്ള പറഞ്ഞ കോൺസെപ്റ്റിൽ പുള്ളി എന്നെ ബുദ്ധിപരമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ കോവിഡാണ് ചുറ്റുവട്ടത്ത്. നമുക്ക് അറിയില്ല എന്താണ്. സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റക്കായി നിൽക്കുന്നു. റിലീസ് ചെയ്യും. പോസ്റ്റ് നടക്കുക. പ്രശാന്ത് പിള്ള ചേട്ടനായിട്ട് ഡെയിലി വീഡിയോ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ. ഈ ഒരു ആശയം പറഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു വട്ടുണ്ട്. പുതുമയേക്കാൾ ഉപരി ഒരു ക്രേസിനെസ്. ആ മൊമെന്റിൽ ആ വട്ട് ഭയങ്കര, ആ ക്രേസിനെസ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഹൈ തന്നു. കൊള്ളാം, സംതിങ് ടു ഡിഫറെൻ്റ്, അല്ലെങ്കിൽ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാമെന്ന്. അവിടുന്ന് ഇത് സ്റ്റാർട്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു ചന്തുവിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കിയത്, പല കാര്യങ്ങളിലും അതിൽ ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. ഈവൻ ഷൂട്ട് കഴിഞ്ഞിട്ടും, ഓൺ ദ ഗോ ആണേലും, ഷൂട്ട് കഴിഞ്ഞിട്ടാണേലും, എഡിറ്റിലാണേലും, VFX കറക്ഷൻസിലാണേലും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കറക്ഷൻസിലാണേലും, അത് എനിക്ക് എൻ്റെ അല്ലെങ്കിൽ എന്നിൽ ചെലുത്തിയ ഒരു പഠനം ഉണ്ടല്ലോ, നമ്മൾ തന്നെ പഠിച്ചു. അതിൽ നിന്ന് മാറിയൊരു സ്കൂളിംഗ് ആയിരുന്നു അത്. പക്ഷെ എനിക്ക് ആ സാധനം ഇഷ്ടമായി. ലോക്ക്ഡൗൺ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കോവിഡ് പിടിച്ചു സെറ്റിൽ. അതോടെ വീണ്ടും നിർത്തി. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ തെറ്റാ. മെലിഞ്ഞിരുന്ന് ഞാൻ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തിട്ടൊക്കെ വേറെ ഇല്ലേ. എനിക്കൊന്ന് ആദ്യം ഇത്തിരി വെയിറ്റ് ഉണ്ടായിരുന്ന ഗൂഗിൾ പിന്നെ ഒന്ന് സ്കെഡ്യൂളിൽ മെലിഞ്ഞു. മൊത്തത്തിലൊരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് അത് തന്നെയാണ് ഫോക്കസ്. അതിൽ പിന്നെ നമ്മൾ ഇച്ചിരി നമുക്ക് കൊമേഴ്ഷ്യലാക്കി ഇച്ചിരി ഒന്ന് പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. പുള്ളി അത് ചെയ്തിട്ടേ ഇല്ല. കാര്യം അത് അത്യാവശ്യം പുള്ളി സാജന് വേണ്ടി എൻ്റെ നിർബന്ധത്തിന് ചെയ്തു തരേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ ചോദിച്ചു ഇങ്ങനെ ചെയ്തു തരാമോ, പക്ഷെ അത് കൊമേഴ്ഷ്യലി വർക്കായില്ല. പക്ഷെ അത് കാരണം ഈ പ്രാവശ്യം പുള്ളിയുടെ ഇതിലോട്ട് ഞാൻ ഒന്നും ഇടപെട്ടില്ല. ഇൻ സെൻസ് അഭിപ്രായം പറയാൻ
ഇടപെടുന്ന പറയുമ്പോൾ പുള്ളിനോട് ചോദിക്കുമ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എന്നിൽ തന്നെ കീപ്പ് ചെയ്തു. ഈ സാജൻ ബേക്കറിക്ക് ശേഷം അടുത്ത ഫീച്ചർ എന്നുള്ള ആലോചന വരുമ്പോൾ തന്നെ ഒരു ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഒരു ഷുവർ ഷോട്ട് തിയേറ്റർ ഹിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു അപ്രോച്ച് ആയിരിക്കും സാധാരണഗതിയിൽ ഒരു ജനറൽ ഒരു സംവിധായകൻ്റെ ആശയത്തിന്. പക്ഷേ ഇപ്പോൾ ഗഗനാചാരി ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പടം കണ്ട ശേഷമാണ്, സ്പോയിലേഴ്സ് ഇല്ലാതെ സംസാരിക്കാം. അപ്പോൾ ഒരു പോസ്റ്റ് റിലീസ് സിനാരിയോയിൽ സംസാരിക്കുമ്പോൾ ഇത് മുഴുവനായിട്ടൊരു പുതിയ ഒരു എസ്റ്റാബ്ലിഷിങ് സീന് തൊട്ട് തന്നെ പുതിയ കാഴ്ചകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡൊക്കെ കേരളത്തിലെ ഓഡിയൻസിന് എത്രത്തോളം ഇപ്പോൾ മാഡ് മാക്സ് പോലുള്ള സിനിമകൾക്ക് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്, എന്നാൽ പോലും കേരളത്തിലെ ഒരു പച്ച ഡിസ്റ്റോപ്പിയൻ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഇത് കൺവിൻസിങ് ആവുന്നൊക്കെ ഒരു സംശയം ഉണ്ടാകുന്നു. ഇതെങ്ങനെയായിരുന്നു? ഇത് തിയേറ്റർ ഒരു ഫുൾ എക്സ്പെരിമെൻ്റൽ എന്നുള്ള അപ്രോച്ച് ആയിരുന്നോ? സാജൻ ബേക്കറിൻ്റെ കാര്യം തന്നെ പറഞ്ഞു വരാം. അപ്പം നമ്മളങ്ങനെ ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ, അതായത് ആൾക്കാർക്ക് ഫിലിം വർക്കായാലെന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ മേജറായിട്ട് നമ്മൾ ഫ്രണ്ടിലുള്ളപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടായിരിക്കും നമ്മൾ കരിയറിനെ നമ്മളൊന്ന് ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കരിയറിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ ത്രൂ ഔട്ടായിട്ടായ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഒരു മേ ബി എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ ഞാനെപ്പോഴും സ്വയം പറയാറും ഫ്രണ്ട്സോട് പറയാറുള്ളൊരു കാര്യമായിരുന്നു, ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ടുള്ളൊരു കണക്ഷൻ ആയിരുന്നു എനിക്ക് ആദ്യം തൊട്ട് തന്നെ മേ ബി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അതിന് റീജിയണാലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. അതേ സമയത്ത് തന്നെ നമ്മുടെ തോട്ട്സ് കുറച്ചുകൂടെ മേ ബി കണക്റ്റഡ് ആവുക ഒരു ഗ്ലോബൽ ഓഡിയൻസിനോടെന്ന് എനിക്കെപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. അതിന് റീസണും കൊച്ചിലെ തൊട്ട് തന്നെ ഈ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ ഈ സ്പേസ് ഹോളി എന്നൊക്കെ വിളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് സ്പേസിനെ പറ്റിയിട്ടും ഒക്കെ അറിയാനും കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഡ്രൈവ് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ സാജൻ ബേക്കറി ആണെങ്കിലും അതിന് മുമ്പുള്ള സായനവാർത്തകളൊക്കെ ആണെങ്കിലും അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുത്തെ ഒരു മേജർ ആക്ടറിനെ ഞാൻ ഒരു ആസ്ട്രോണോട്ടായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നേ അങ്ങോട്ടേക്കാണ് ദിശ. പക്ഷേ എനിക്കറിയാം മലയാള സിനിമയിൽ നമ്മളൊന്ന് നിൽക്കുമ്പോൾ മുഖ്യധാര സിനിമയ്ക്ക് കേറ്റർ ചെയ്യേണ്ട ഒരു വസ്തുതയുണ്ടല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ആ വഴിക്കൂടെ ചാനലൈസ് ചെയ്യപ്പെട്ടതേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ നിന്നും അങ്ങനത്തെ ഒരു സയൻസ് ഫിക്ഷൻ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ്ലി നമുക്ക് ഈ മോക്യുമെൻ്ററി പോലത്തെ ഫിലിംസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ചില പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ വേൾഡിൽ ഇപ്പം നടക്കുന്ന നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സിനാരിയോസിനെ ലൈറ്ററായിട്ടൊരു അവതരിപ്പിക്കുന്ന ഒരു മീഡിയമാണ് ബേസിക്കലി മോക്യുമെൻ്ററി. അപ്പം നമുക്ക് അതിലുള്ള ആ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആ ഒരു ഫണ്ണിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നമ്മുടെ ത്രോർ റാഗ്നറോക്കിനൊക്കെ ഡയറക്ടറുണ്ട് തൈക്ക വൈതിറ്റി. പുള്ളിയുടെ ആദ്യത്തെ ഇന്ത്യ സിനിമകളുണ്ട്, വാട്ട് വി ഡു ഇൻ ദ ഷാഡോസ്, ബോയ്, ഈഗിൾ വേഴ്സസ് ഷാർക്ക്. പുള്ളിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പം വാട്ട് വി ഡു ഇൻ ദ ഷാഡോസ് നമ്മളെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു ഫിലിം. അത് ഫീച്ചർ ഫിലിം, അതിന് സീരിയസ് അല്ല. അതിൽ 4 വാമ്പേഴ്സ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കഥ. അപ്പം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിമാണ്. ഞാൻ മറ്റേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും കാണുന്ന പറഞ്ഞ പോലത്തെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സിനിമയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഫിലിമിലുണ്ട്. അതേപോലെ തന്നെ ഒരു നമ്മുടെ കേരളമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതേപോലെ നമുക്കൊരു ടൂ മച്ച് വെസ്റ്റനൈസ് ചെയ്യാനും പറ്റില്ല ഇതിനെ. നമ്മുടെ റീജിയണാലിറ്റിയിലൊരു കണക്ട് വേണം, നമ്മളുടെ നൊസ്റ്റാൾജിയും നമ്മുടെ പോപ്പ് കൾച്ചറുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യണം. അപ്പോൾ അതും ഭയങ്കരമായിട്ടും നമുക്ക് ഒരേ സമയത്ത് അജുവേട്ടൻ പറയുന്ന പോലെ തന്നെ ഒരേ സമയത്ത് വസന്തവും അതേ സമയത്ത് തന്നെ ന്യൂജനായിട്ടുള്ള കാര്യങ്ങളെ കൺസീവ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് നമ്മുടെ ഈ ജനറേഷൻ. 90s കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ജംഗ്ഷനിലാണ് നമ്മളൊന്ന് നിൽക്കാറ്. അതുകൊണ്ടാണ് നീ ഒരു സൈഡിൽ വസന്തം ഒരു സൈഡിൽ ന്യൂജനെ കാസ്റ്റ് ചെയ്ത് ഏകദേശം ആ ഒരു. അപ്പം അങ്ങനെ ഒരു മൈക്രോ പെർസ്പെക്റ്റീവിൽ കേരളം എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ട്രേറ്റ്സ്. ഇപ്പം അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി നമുക്ക് അപ്പോഴും ഫ്യൂച്ചറിലാണെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മോക്യുമെൻ്ററി എന്നുള്ളൊരു ട്രോപ്പ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ ഹാർട്ട് ഗഗനചാരി ഒരു മലയാളികളുടെ സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിന് സംസാരിക്കുന്ന സിനിമകളും വളരെ കുറവല്ലേ മലയാളത്തിലും, മേ ബി ഇന്ത്യയിലും കുറവാണ് ഫ്യൂച്ചറിനെ പറ്റി. അപ്പം എൻ്റെ മോസ്റ്റ്ലി എൻ്റെ തലയിലുള്ള ഫിലിംസൊക്കെ ഞാൻ ഗൂഗിളുമായിട്ട് നമ്മൾ ഇൻഫിനിറ്റ് സിനാരിയോസ് മൂവീസിന് സംസാരിക്കാറുണ്ട്. ഈവൻ നമ്മൾ ഗഗനചാരിയുടെ സ്പിൻ ഓഫുകളെ പറ്റി നമ്മൾ കുറേ സംസാരിക്കാറുണ്ട്. അപ്പം ഫ്യൂച്ചറിൻ്റെ കുറേ കഥകളുണ്ട് നമ്മുടെ മൈൻഡിൽ. അപ്പം അതിലൊക്കെ പക്ഷേ എന്നാൽ മലയാളിയുടെ ഒരു ടച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഫ്യൂച്ചറിലേക്ക് ഇവോൾവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് കഥ പറയുമ്പോൾ പോലും നമുക്ക് മേ ബി ഒരു ഏൻഷ്യൻ ടൈംസ് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഒരു കോസ്മോപൊളിറ്റൻ അല്ലെങ്കിൽ ട്രേഡ് റൂട്ട്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര കൾച്ചറുമായിട്ട് ഭയങ്കര എക്സ്പോഷർ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഇവോൾവ്മെൻറ്റ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള ഇന്ത്യയുടെ എല്ലാ സ്വഭാവങ്ങളും എല്ലാം നല്ലതും ചീത്തയൊക്കെ
മോസ്റ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടെയാണ്. അപ്പോൾ അവരുടെ കഥ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണല്ലോ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചറിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴും അവിടെ ഓക്കെ ഇത് ഏത് വർഷം സംഭവിക്കണം, അല്ലെങ്കിൽ ആ വർഷം ഉണ്ടാവുന്ന എൻവയൺമെന്റ് ഏത് തരത്തിലായിരിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ പറയുമ്പോൾ ഓക്കെ വെള്ളം ഇല്ലാത്തൊരു സമയം, അല്ലെങ്കിൽ അതൊക്കെയാണല്ലോ വെള്ളത്തിന് വേണ്ടി യുദ്ധം നടക്കുന്ന അതാണല്ലോ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റോ നമ്മുടെ മനസ്സിൽ. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിൽ പച്ച പതച്ച കേരളം, എവിടെ നോക്കിയാലും കാട് പശ്ചാത്തലം അങ്ങനെയൊക്കെയാണല്ലോ. അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതൊരു കൺഫ്യൂഷൻ തീരെയില്ല. ഞാനൊരു ആറന്മുളക്കാരനാണ്. ആദ്യം 2 ദിവസം വെള്ളം ചെയ്തതിന് ഈ പ്രാവശ്യം വെള്ളം കയറി വീട്ടിൽ. അപ്പം നമുക്കൊരു നൈറ്റ് മെയർ ആണ്. എൻ്റെ അമ്മയോടെ ഒറ്റയ്ക്ക്. അപ്പം 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം മുറ്റത്തും വീട്ടത്തും വെള്ളം കയറും. അപ്പം നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് ഫിയർ ഉണ്ടല്ലോ, മറ്റേ രാത്രിയിൽ വെള്ളം കയറും. അപ്പം ഈ 2008 വെള്ളപ്പൊക്കത്തിനൊക്കെ എൻ്റെ ഒരു നില ഞങ്ങളുടെ വീട് മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേർജ്ഡ് ആണ്, സീ ലെവലിൽ എത്ര താഴെയാണെന്നുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സിനാരിയോ ആലോചിക്കുന്ന സമയത്ത് വെള്ളം കയറും എന്നുള്ളത് ഒരു സ്റ്റാറ്റിക്കലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. നമുക്കറിയാലോ നമ്മൾ ഇത്തിരി ഓരോ തവണ മുങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. സോ നമ്മൾ അതെ നമ്മൾ കുറച്ച് സബ്മേർജ്ഡ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സിൽ നിന്ന് സോയിൽ ഇറോഷൻ ഉണ്ടായിരുന്ന ഒരു ലാൻഡാണ് നമ്മളുടേത്. അപ്പം ഒബ്വിയസ്ലി നമ്മളൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സിനാരിയോ ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഡയറക്റ്റഡ് ആവുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കൊരു സയൻസ് ക്ലാസ്സിലിരിക്കുന്ന ഇപ്പൊ ഇല്ല അങ്ങനെ തന്നെ മതി. ഇങ്ങനെ ക്യാരക്ടർ വയ്ക്കുമ്പോൾ പറയണേ. അപ്പൊ ഞാൻ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് കോവിഡ് വന്ന സമയത്ത് പോലും എൻവയൺമെന്റ് എത്രത്തോളം സെൽഫ് ഹീൽ ചെയ്തെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഏകദേശം മനുഷ്യർ ഒരു ഭൂരിഭാഗം നമ്മുടെ ആൾക്കാരും ഇല്ലാത്തൊരു കേരളവും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻവയൺമെന്റ് ത്രൈവ് ചെയ്യത്തുള്ളൂ. കോവിഡ് ആയതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരുന്നു. അതെ, കുറച്ചുകൂടെ വേക്കൻറ്റ് ലാൻഡൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് ഷൂട്ട്. ഈ ഗോകുൽ ഇതേപോലെ ഇപ്പോൾ അരുൺ സന്ധു സംസാരിച്ച പോലെ ഒരു സ്പേസ് ഓളി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ ഗോകുലും ഭയങ്കര കോമിക് ബുക്കും കോമിക് സിനിമകളുടെ ഒക്കെ ഫാനാണല്ലോ. അത്രത്തോളം ഇല്ലെങ്കിലും കുഞ്ഞിലെ തൊട്ട് കോമിക്സ് ഒക്കെ വായിക്കാൻ. ഇപ്പൊ DC മാർവൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിന്റെയും ഒരു സോഴ്സ് ഉണ്ടല്ലോ. ഐ തിങ്ക് എൻ്റെ ഞാൻ കുറെ കൂടെ യങ്ങർ ആയിരിക്കുന്ന സമയത്ത് മാർവൽ മൂവീസ് ഇങ്ങോട്ട് കൂടുതൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിരുന്ന സമയത്ത് വൺ ഓഫ് ദ ഫസ്റ്റ് ആൾക്കാരായിരുന്നു സിനിമ തീർന്നതിന് ശേഷം പോസ്റ്റ് ക്രെഡിറ്റ്സിന് വെയിറ്റ് ചെയ്യുന്ന തിയേറ്ററിൽ ഇരുന്ന് ചില ആൾക്കാരുടെ ഇവനെന്താ വീട്ടിൽ പോകണ്ടേ എന്നൊക്കെ ഉള്ള നോട്ടമൊക്കെ കുറെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പതുക്കെ എനിക്ക് ആ ട്രെൻഡ് മാറുന്നതും ഒരു 10 ആൾക്കാർ തിയേറ്ററിലിരുന്ന് മാർവൽ സിനിമ വന്നാൽ പോസ്റ്റ് ക്രെഡിറ്റ്സ് വരുമെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു കാലം വന്നപ്പോഴും അത് കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ഇരിക്കുന്ന അതിൻ്റെ അതെ ഈ ഒരു ട്രാവൽ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഇതേപോലെ ഇങ്ങനെ ഇത്രയും കോക്കിയായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രിയിലോട്ട് കോമിക്സ്, നമ്മുടെ സൂപ്പർ ഹീറോസ്, ഇതൊക്കെ മിന്നൽ മുരളിക്ക് ശേഷം നമുക്ക് കുറച്ചുകൂടെ സാധ്യത ഫീൽ ചെയ്തു. എന്നാലും അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ സാധ്യത നമ്മൾ അത്ര എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. നമ്മളിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടെ അടുപ്പമുള്ളൊരു സുഹൃത്തിനെ നമ്മൾ ഭയങ്കര ശബ്ദത്തിൽ പേടിപ്പിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ അടി നടക്കാൻ പോവുകയാണ്. പക്ഷെ വിളിച്ചിട്ട് എന്തുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ഒരു ആ വ്യത്യാസം ഉണ്ടല്ലോ നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു ഗഗനചാരിയിൽ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കാലഘട്ടത്തിൽ. ഗൂഗിൾ ആക്ച്വലി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ അത്രയും എക്സൈറ്റഡ് ആയി വെയിറ്റ് ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. പ്രതീക്ഷിക്കാം എന്നല്ലേ പറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പം ഇതുപോലത്തെ ഒരു സിനിമ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും ഒരുപാട്. മലയാള സിനിമയെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നായകന്മാർ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്നാലും ആരെങ്കിലും നമ്മളെ വെച്ച് ആലോചിക്കുമോ, ഇങ്ങനത്തെയൊക്കെ ചിന്തയുണ്ട്. ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും മുകളിലോട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം ആ ചിന്താഗതിയിൽ പോകുമ്പോൾ ഉള്ളതാണ്. പക്ഷേ ഗഗനചാരി അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, കേൾക്കുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റും വിഷ്വലായിട്ട് കാണിച്ചു കഴിയുമ്പോൾ ഇപ്പം ബ്രൂവിന് കണ്ടപ്പോൾ കിട്ടിയ തൃപ്തി കിട്ടി. പക്ഷെ ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷന് ആക്ടേഴ്സിന് ഒന്നും പറ്റില്ല. അപ്പോൾ അത് എത്രത്തോളം അതിലോട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് കാര്യം VFX സപ്പോർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ചന്തുവിനെ വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുള്ളൂ. ചന്തുവിൻ്റെ വിഷനെ ഫ്രണ്ട്സാണ് ഇവർ, മെറാക്കി എന്ന് പറഞ്ഞവർ. അപ്പം അവർക്ക് ഇടയിലൊരു സിങ്ക് ഉണ്ട്. ഇപ്പോൾ ചന്തു മനസ്സിൽ കാണുന്നത് അവർക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്. അത് അവർ സുഹൃത്തുക്കളായതുകൊണ്ടായിരിക്കാം ചിലപ്പം. അപ്പം അതിൽ ഒരുപാട് സമയം ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കോടികൾ അതിൽ മുടക്കിയിട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്ത പ്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി അത് ഇങ്ങനത്തെ ഒരു സംഭവം പ്രൊഡ്യൂസറെ കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കൊന്ന് ഒറ്റ ഗണേഷ് ചേട്ടൻ്റെ ഒരു ഇടപെടൽ, ഗണേഷ് ചേട്ടൻ്റെ ഒരു ഇടപെടൽ എനിക്കൊന്ന് അജിത് വിനായകയുടെ ഫസ്റ്റ് ഫിലിം ആയിരിക്കും. സാറിനോട് നാരേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ സാർ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വളരെ
നമ്മൾ ഗണേഷ് കുമാർ എന്നുള്ളൊരു പൊളിറ്റീഷ്യനെ നമ്മൾ അറിയുന്ന പോലെ തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ അറിയാൻ തോന്നുന്നു പുള്ളിയുടെ ഈ കാറിൻ്റെ കളക്ഷൻസും പുള്ളിയുടെ മിനിയേച്ചർ മോഡൽ കളക്ഷൻസ് ഒക്കെ അറിയാൻ തോന്നുന്നു. പക്ഷേ ഭയങ്കര സ്കിഡാണ് പുള്ളി. മറ്റേ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്, ഞാൻ ഒറ്റ നറേഷനിൽ പുള്ളി ഇത് ക്രാക്ക് ചെയ്ത് പുള്ളിക്ക് പടം മനസ്സിലായി എന്നുള്ളതാണ്. അപ്പം ആ വിഷനെ പുള്ളി മനസ്സിലാക്കിയെടുത്തോട് തന്നെ എനിക്കൊരു പ്രൊഡ്യൂസർ ഓണായി കിട്ടി. അപ്പം അത് ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു നേച്ചറിൻ്റെയും കൂടി സപ്പോർട്ടാണ്. അത് എളുപ്പമല്ല, അത് അത്യാവശ്യം ലോ ബഡ്ജറ്റ് അല്ലത് ഫോർ ദി VFX സൈഡ് വരുമ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സിനിമ കൊമേഴ്ഷ്യലി പുള്ളിയാത്ത ഒരു അവസരത്തിൽ അതിന് തയ്യാറാകുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പം അത് ഇത്രയും നാൾ അതിന് വേണ്ടി VFXന് വേണ്ടി കറക്ഷൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ പല ചേഞ്ചസും ഇപ്പോൾ കൃഷാന്ത് ഏട്ടൻ്റെ സിനിമ കൃഷാന്ത് ഏട്ടൻ്റെ സിനിമയുടെ ഒരു സ്റ്റേജിൽ ഇത് കണ്ടു. അദ്ദേഹത്തിന് ഈ സിനിമയ്ക്ക് ആയിട്ടൊരു കണക്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിന് ഒരു ഫേസ് ആയിട്ട് നമുക്ക് വരാമോ എന്ന് ചോദിച്ചു. ഡെഫിനറ്റ്ലി. കാര്യം ആവാസവ്യൂഹം, പുരുഷപ്രേതമൊക്കെ, അന്ന് പുരുഷപ്രേതം ആക്ച്വലി റിലീസ് ചെയ്തിട്ടില്ല. ആവാസവ്യൂഹം എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് നാഷണൽ അവാർഡ് ആയിട്ടുമില്ല. അപ്പം അതിന് മുന്നേ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്ത ഒരു ജോണർ ഉണ്ടല്ലോ, ഇപ്പം മലയാളിക്ക് കൊടുത്തൊരു അത് അദ്ദേഹം വരുമ്പോൾ അതിന് നമുക്ക് ഒരു ആൾക്കാരുടെ ഒരു അറ്റൻഷൻ, ഒരു മാറ്റം വരും. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളൊരു ഇത് വരാതിരിക്കാൻ അത് ഭയങ്കരമായിട്ട് സഹായിച്ചു. ഈ മൊക്യുമെൻ്ററി എന്നുള്ള സ്റ്റൈല് ഒരു ഭയങ്കര കമേഴ്ഷ്യൽ, ഭയങ്കര എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ആദ്യമായിട്ട് ആവാസവ്യൂഹത്തിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ ഇതിൽ കൃഷാന്ത് എന്ന ഫിലിം മേക്കറിൻ്റെ അടുത്ത് ഒരു എഡിറ്റ് വേർഷൻ കഴിഞ്ഞിട്ട് അത് കാണിക്കുകയാണ്. എന്താണ് ആ ഒരു കൊളാബറേഷൻ? അതെ, അതായത് അജുവേട്ടൻ വഴിയാണ് ഞാൻ കൃഷ്ണധരനെ പരിചയപ്പെടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം കൃഷ്ണധരൻ ആദ്യമായിട്ട് കാണുന്ന സമയത്തും അതിന് മുമ്പും നമ്മൾ ആദ്യമായിട്ട് ആവാസവ്യൂഹം തിയേറ്ററിൽ നിന്ന് കാണുന്ന എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് ഓക്കെ മലയാള സിനിമയിൽ ഒരു നേരിയ ഹോപ്പ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. സംബഡി ഈസ് ട്രൈങ് ഇൻ എ വേ ബിഗർ, ഒരു ഭയങ്കര കൺവിക്ഷൻ കൂടി അയാൾ ട്രൈ ചെയ്ത് പ്രൂവ് ചെയ്യുകയാണെന്നുള്ളൊരു പോയിന്റ് വന്ന സമയത്ത് നമുക്കത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷേ എന്താ പറയുക, എല്ലാവരും യൂണിവേഴ്സ് കോൺസ്പയർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫൈനലി എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റി. അപ്പം കൃഷ്ണൻ അത് കണ്ട സമയത്തും പുള്ളി അതിൻ്റെ ഒരു സ്പാർക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ടോട്ടലി നമ്മളുടെ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ പുള്ളി ഇൻവോൾവ് ആവുക ചെയ്തത്. അപ്പം പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ഒരു ജേർണി ആയിരുന്നു. എനിക്കും എൻ്റെ മ്യൂസിക് ഡയറക്ടർക്കും ഒക്കെ. ഞാനും മ്യൂസിക് ഡയറക്ടർക്ക് നല്ല ശങ്കർ ശർമ്മ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഡിസ്കഷൻ, അതായത് മ്യൂസിക്കിനെ മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യുന്ന ആളാണ് കൃഷ്ണൻ ഏട്ടൻ. അപ്പം ഈ ആ രീതിയിലൊന്നും എനിക്ക് മ്യൂസിക്കിനെ ഒന്നും അപ്രോച്ച് ചെയ്യാൻ പോലും എനിക്കറിയില്ലായിരുന്നു, എങ്ങനെ അതിനെ ആ രീതിയിൽ കാണുന്നുള്ളത്. ആ രീതിയിൽ കേട്ടോ, അദ്ദേഹത്തെ അത്യാവശ്യം നല്ല മ്യൂസിക് സെൻസ് ഉള്ള ആളാണ്. ഈ മാത്തമാറ്റിക്കലി പുള്ളിക്ക് അതറിയില്ല. അത് കൃഷ്ണൻ തന്നെ അത് നിങ്ങൾ BTS ആയിട്ട് തന്നെ ചോദിക്കണം. എങ്ങനെ ഒരു സീനിന്റെ പേസിനനുസരിച്ച് ഒരു BPM, ഓരോ സീനിന്റെയും BPMs എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനനുസരിച്ചിട്ട് അതിനെ എങ്ങനെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ഒരു ട്രാൻസ്ഫറൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മ്യൂസിക് ഡെസ്കിൽ നിന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകൻ എന്ത് ഇൻറ്റൻറ്റ് ചെയ്യണോ അത് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഡിസൈൻ ചെയ്ത് വരുമ്പം അതിൽ മാത്തമാറ്റിക്കലി മ്യൂസിക്കിന് ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം അത് നമുക്ക് മ്യൂസിക് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാനല്ലേ പറ്റുള്ളൂ. പക്ഷേ കൃഷ്ണൻ കുറച്ചുകൂടെ അനലിറ്റിക്കലാണ് അതിനകത്ത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഉള്ളിൽ നിന്ന് പഠിക്കാൻ പറ്റി. അപ്പം വെരി ഓപ്പൺ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിനെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ആ ഐഡിയാസിന്റെ ഒരു ഷെയറിംഗ് ഉണ്ടല്ലോ, അതിനെ വെൽക്കം ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു തട്ടത്തിൻ മറയത്തിന് സമയത്ത് വിനീതേട്ടനായിരുന്നു ഞങ്ങളുടെയൊക്കെ മെന്റർ, എന്നെ കൊണ്ടുവന്നത് വിനീതേട്ടനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട്, നമുക്കൊരു മെന്റർ എന്നൊക്കെ രീതിയിൽ പറയാൻ പറ്റുന്നത്. അത് പ്രശാന്ത് പിള്ളയും കൃഷ്ണദേട്ടനുമാണ്. രണ്ടുപേരും അത് ഭയങ്കര നല്ല ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ക്രിയേറ്റീവ് പ്രോസസ്സിനകത്ത് നമുക്ക് ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ നമ്മളോട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാനും നമുക്കൊരു ട്രെയിനിങ് പ്രോസസ്സ് പോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജിൽ പോയ അവസ്ഥയായിരുന്നു കൃഷ്ണദേട്ടനോടുള്ള ക്രിയേറ്റീവ് പ്രോസസ്സ്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് PVRൽ വെച്ച് നടക്കുന്നതിൻ്റെ ഒരു Q&A സെഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അങ്ങനെ കാണായിരുന്നു. അപ്പോൾ അതിൽ ഓക്കെ ഇങ്ങനത്തെ ഐഡിയാസ് ഇതിന് ഉറപ്പായിട്ടൊരു ഫിനാൻഷ്യൽ ബാക്കപ്പും കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ പിച്ച് ചെയ്യാൻ പോയാൽ കൃഷ്ണാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വലിച്ചിട്ടാണ് വരുന്നത് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാന്താണോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇത് നമ്മളൊരു പോയിന്റിലേക്ക് എത്തണമല്ലോ. ഓക്കെ ഇതൊക്കെ ഇവിടെ നടക്കും, ഇവിടെ പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, ഓക്കെ ഇതിനൊരു ബിസിനസ് സാധ്യത നടക്കും എന്നൊക്കെ. ഇതിനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കൃഷ്ണാന്തേട്ടനായിട്ട് ഡിസ്കഷൻ സമയത്തൊക്കെ?
സി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ നമ്മളുടേത്. അപ്പം ഇങ്ങനത്തെ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിലും ദർ വിൽ ബി പീപ്പിൾ, അവർ വരും എന്തായാലും. പുതിയ പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമാവാനും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ 2 പ്രിവ്യൂവിനകത്തും കിട്ടിയൊരു നല്ല വേർഡ് ഓഫ് മൗത്തും വരുന്നത് അങ്ങനത്തെ ഒരു സൈഡിൽ നിന്നും കൂടിയാണ്. അപ്പം പോപ്കോൺ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തത്. അതെ, അപ്പം നമ്മൾ ആദ്യത്തെ കോമിക് ഒരു കോമിക് ബുക്ക് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണിച്ചത്. അപ്പോൾ അവരുടെ ആ ഏജ് ഗ്രൂപ്പ് ഇതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളത് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ യാതൊരു രീതിയിലും അങ്ങനെ ഒരു സ്പോൺസർഡ് അല്ലാത്ത ഒരു ഇവൻറ്റിലൂടെ നമ്മൾ ഈ മൂവി കേറ്റർ ചെയ്ത് നോക്കിയത്. അപ്പം എനിക്ക് തോന്നുന്നു അതിലൊന്നും സംസാരിച്ച പല പിള്ളേരും പറഞ്ഞത്, ചേട്ടാ ഞങ്ങൾക്ക് ഇതൊരു ഹോപ്പാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്, ഇതെങ്ങനെ കൺസീവ് ചെയ്യണം, അത് ഇവിടെ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലായിടത്തും പോയി പഠിച്ച് ഇംഗ്ലീഷിൽ പോയി ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റും ചേട്ടാ. അങ്ങനെ അന്ന് പരിചയപ്പെട്ട 3-4 പേര് ഇപ്പം എന്നോട് ആക്റ്റീവ്ലി സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ തന്നെ മിന്നൽ മുരളി ഒരു റെഫറൻസ് ബേസിലൂടെ സംസാരിച്ച ബേസിൽ പറഞ്ഞു, ജെയ്സണെ ഒരു ടൈലർ ആക്കുമ്പോഴാണ് ഗ്രൗണ്ടഡായി മലയാളിക്ക് റൂട്ടഡായി മനസ്സിലായോ. അപ്പോഴാണ് പെട്ടെന്ന് മലയാളി ആ സാധനം ഇതിലും എന്നെ കമ്പയർ ചെയ്തല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഗോകുലിന്റെ ക്യാരക്ടർ ഇതേപോലെ ഇപ്പോൾ ഒരു മൂവി ബഫാണ്, ഇപ്പോൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ഓക്കെ ഇത് ഈ വേൾഡായിട്ട് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ആളുകൾക്ക് പോലും ഇത് ഡ്രൈവ് ചെയ്യണമല്ലോ, ഈ സിനിമ ഡ്രൈവ് ചെയ്യാൻ ഇതിലെ ജോക്സ് ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഇങ്ങനെ കോമിക് കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ ഗോകുലിൻ്റെ ക്യാരക്ടർ ചുറ്റിപ്പറ്റിയിട്ടാണ് വരുന്നത്. പഴയ മലയാള സിനിമ നോക്കി അതിൽ നിന്നുള്ള റെഫറൻസസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് വരെ ഈ സുരേഷ് ഗോപി റെഫറൻസ് ആണ് പടത്തിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതൊക്കെ ഗോകുൽ ഓൺ ബോർഡ് വന്നതിന് ശേഷമുള്ള ഒരു എഴുത്തിൽ വന്നതാണ്. എനിക്കും ഓൺ ബോർഡ് അല്ല, ഗൂഗിൾ ഓൾറെഡി സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അതിൽ സീക്വൻസസ് പലതും ഡയലോഗ്സും ഒക്കെ ഞങ്ങൾ എൻറ്റയർലി ചേഞ്ച് ചെയ്ത് അപ്പോൾ സ്പോട്ടിൽ ചേഞ്ച് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സായിയുടെയും ചന്തുവിൻ്റെ ഒരു പ്രോസസ്സിൽ ഡയലോഗ്സിൽ ഇംപ്രൂവൈസേഷൻ സ്പോട്ടിലും ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 5 വർഷം മുന്നോ അല്ലെങ്കിൽ ഇപ്പോഴോ ജനിച്ച ഒരു പയ്യനാണ് അപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരാളാണ് ഈ 2040s ഇരിക്കുന്ന അല്ലനാണ് നിങ്ങൾ കാണുന്നത്. അപ്പം എന്തൊക്കെ പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എങ്ങനെ പുള്ളി ഈ സിനിമകളിലൂടെ ഇൻട്രൊഡ്യൂസ്ഡ് ആയി, ഇങ്ങനെ കുറേ നമ്മൾ പറയാതെ വിട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ മഴ വരുമ്പോൾ ഡിപ്രഷൻ വരുന്നതും ഇതൊക്കെ എത്രത്തോളം റിലേറ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ആ റിയാലിറ്റി തന്നെയാണ് നമ്മൾ മെയിനായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളിത് ഉണ്ടായെന്നുള്ള ആ വേൾഡാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചോദിച്ചെന്ന് അച്ഛൻ്റെ റെഫറൻസസിൻ്റെ അതിന് ആൻസർ കിട്ടിയായിരുന്നല്ലോ. അപ്പം ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് കറക്റ്റാ അല്ല, ആ റെഫറൻസുകൾ തീർച്ചയായിട്ടും സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഈ സിനിമയ്ക്ക് നേരത്തെ ചന്തു പറഞ്ഞ പോലെ ചില റെഫറൻസ് പോപ്പ് കൾച്ചറിലുള്ള നമുക്ക് ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ നമുക്ക് ഈ ഒരു ബോഡിയെ കിട്ടുമ്പോൾ, ഈ വോയിസ് മോഡുലേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്താ പറയുക ഓവർ ഡൂ ചെയ്യാനൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സീനുണ്ട് അതിൽ കണ്ടതുകൊണ്ട് ഞാൻ പറയാ, ഒരു സമ്മറിൻ ബെത്ലഹേമിൻ്റെ അത് പക്ഷേ ഇല്ലായിരുന്നു. ചെയ്തപ്പോൾ വന്ന് ഇവന്റെ ഡയലോഗ് ഡെലിവറി വന്നപ്പം എനിക്കും ഇവനും തോന്നി ഇത് ഭയങ്കര രസമുണ്ടല്ലോ, എന്നാ പിന്നെ എന്നാ ഇച്ചിരി നമുക്ക് ആ മസനഗുടി പരിപാടി പോലെ തോന്നി പിടിച്ചാലോ. പക്ഷെ ഞങ്ങളെല്ലാം അങ്ങനത്തെ ആ ഒരു എസ്ട്രിയർ പോപ്പ് കൾച്ചർ ജെംസ് എന്നാണ് ഞങ്ങളതിനെ വിളിച്ചത്. ഞങ്ങൾ ഫിലിമിലും വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെ. അപ്പം ഈവൻ മനു അങ്കിൾ, കിലുക്കം, അങ്ങനെയുള്ള നമുക്ക് ഒരു 90s കിഡായിട്ട് നമ്മൾ റിമെമ്പർ ചെയ്യുന്ന എല്ലാ അങ്ങനത്തെ ഐക്കോണിക് മൂവീസിൻ്റെയും ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെ സി ഡി മൂസ അപ്ബ്രിങ്ങിലൊക്കെ നമ്മളുടെ ഭാഗമാണ്. നമ്മൾ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നമ്മൾ ശ്രീനിവാസ് സാറിൻ്റെതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവീസിൻ്റെ 1-2 ഡയലോഗിലും പറയാത്തൊരു ദിവസം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ഹോമേജ് പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിലിമും കൂടിയായിരുന്നു. അതിനൊരു സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാ സിനിമയ്ക്കൊന്നും നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റില്ല. അതിനകത്തൊരു ഫിലിം ഗീക്ക് ഉണ്ട്, പുള്ളിക്ക് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അയാളിലൂടെ അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഗൂഗിൾ ഹാൻഡിൽ ചെയ്യുന്നൊരു ബ്ലോഗുണ്ട്, മേപ്പാടൻ C137 എന്നാണ് അതിൻ്റെ പേര്. അപ്പം അത് റിക്ക് ആൻഡ് മോർട്ടിയുടെ എർത്ത് ഡയമെൻഷനാണ് C137 എന്ന് പറയുന്നത്. അപ്പം അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മേപ്പാടൻ തിരുമേനിയാണ്. അപ്പോൾ അത് ഒറിജിനലി അത് ഇൻസ്റ്റാഗ്രാമിൽ ആ പേജ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഞങ്ങളതൊരു 2020 തന്നെ ഗൂഗിൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ ചെയ്ത് ആർട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. അതിലത് ഗൂഗിൾ ഇട്ടേക്കുന്നതായിട്ട് തന്നെയാണ്, ഗൂഗിൾ കഥാപാത്രം ഇട്ടേക്കുന്നതായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തേക്കുന്നത്. അതില് ബെറ്റർ കോൾ ഈ കിലുക്കത്തിന്റെ ഒരു മറ്റൊരു ഫോർമാറ്റിലുള്ള ഒരു അപ്രോച്ചും കൂടെ അത് ബ്രോ ആദ്യം ചോദിച്ചതിനകത്ത് ചോദിച്ചതിനകത്ത് ഉണ്ടായിരുന്നു അതിന് ഉത്തരം. അതായത് എന്നോട് ചോദിച്ചില്ലേ, അജുവേട്ടനോട് ചോദിച്ചില്ല എങ്ങനെയാണ് ആദ്യം ആലോചിച്ച് വേറൊരു കുറച്ച് നമ്മൾ ഭയങ്കര ഒരു ഹൊററായിട്ടുള്ള കോവിഡിൻ്റെ ടൈമിൽ ഒരു ഏലിയൻ ഇൻവേഷൻ ഒക്കെ ആയിരുന്നു നമ്മൾ ആലോചിച്ചിരുന്നത്. അപ്പം അജുവേട്ടൻ
ഭോഗി ബോജി ഭോജി നരഭോജിയുടെ ബോജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. അപ്പം ഞാനും അജുവേട്ടനും സാജൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞങ്ങൾ സ്റ്റക്കായി ലോക്ക്ഡൗൺ ആയിട്ട് ഞങ്ങളൊരു ഷോൺവില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലയിൽ ഞങ്ങൾ ഇരിക്കുക. അപ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബോജി എഴുതി. അപ്പം ബോജിയിൽ ലോക്ക്ഡൗൺ എഴുതിയിട്ട് അജുവേട്ടൻ വായിച്ചിട്ട് എന്തോടാ ഇത് വല്ലേ തന്നെ ചുറ്റും പ്രശ്നം, അതിൻ്റെ ഇടയ്ക്ക് ഈ ഹൊറോടൊക്കെ വായിച്ചിട്ട് നമുക്ക് ഭ്രാന്തായി പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ ഒരു കിലുക്കത്തിലെ രവി ചേച്ചിക്ക് മാമിന് പകരം ഒരു ഏലിയൻ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു പ്രൈമറി തോട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഗേനയുടെ ഒരു അൾട്ടിമേറ്റ് സീഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്തും കിലുക്കത്തിലൊരു രവി ചേച്ചിക്ക് പകരം അവിടെ ഒരു ഏലിയൻ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക സിറ്റുവേഷൻ എന്നൊക്കെയുള്ള തമാശകളിൽ നിന്നൊക്കെയാണ് നമ്മൾ, അതൊക്കെ ഒരു വളരെ ഫണ്ടമെന്റൽ ടോക്സ് ആയിരുന്നു സിനിമയുടെ. അവിടെ നിന്നാണ് അതിങ്ങനെ സ്പ്രെഡ് ആയതൊക്കെ. പിന്നെ ഗോകുലിനോട് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഡിസ്കസ് ചെയ്യാൻ ഓൾവേസ് എനിക്കൊരു ആക്സസ് ഉള്ളൊരു ഡയറക്ടർ, ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ആക്ടർ. അതെ, അപ്പോൾ അങ്ങനെ ആ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലത്തെ പോപ്പ് കൾച്ചറിൽ ഭയങ്കര ധാരണയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പുള്ളി ഭയങ്കര തിരിച്ചതേപോലെ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. അപ്പം സെറ്റിലാണെങ്കിലും നമ്മൾ ഈ ഇവർ രണ്ടുപേരുടെയും ഞാൻ ഒന്നും പറയാറില്ല അല്ല, ഇവർ രണ്ടുപേരുടെയും നമ്മൾ ഈ ബൈറ്റ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, മോക്യുമെന്ററി ആകുമ്പോൾ ഇവരിങ്ങനെ ക്യാമറ നോക്കിയിട്ട് ബൈറ്റ്സ് പറയുന്നുണ്ടല്ലോ. ഇത് ബൈറ്റ്സ് പറയുമ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു റൈറ്റിംഗ് പ്രോസസ് കൂടിയാണ്. നമ്മൾ ബൈറ്റ്സ് ഓൾറെഡി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് സംസാരിക്കാൻ ഗൂഗിൾ പറയാം നമുക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം കൂടെ എഴുതി നോക്കിയാലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അത് എഴുതുക. അപ്പം ഷൂട്ട് ചെയ്ത് നമ്മൾ അടുത്ത ലൈറ്റ് സെറ്റപ്പിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് 2-3 സാധനം കൂടെ അങ്ങനെ കുറേ സാധനങ്ങൾ ഗൂഗിളോട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അജുവേട്ടന് ഇത്തരം ട്രെയ്റ്റ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മുമ്പ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗോകുലിന് ഇത്തരം ഒരു ഇങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ എന്നുള്ളൊരു ആംഗിളിൽ നമ്മൾ പുതിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഗോകുലാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സംസാരിക്കുകയും ഇങ്ങനെ ഒരു സൈഡ് ഗോകുലിന് ഉണ്ട് എന്നൊക്കെ, ഇതെങ്ങനെ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കോൺഫിഡൻസ് എങ്ങനെ വരുന്നു? അതോ ക്ലോസ് സർക്കിളിൽ അങ്ങനെയാണോ ഗോകുൽ? ക്ലോസ് സർക്കിളിൽ നമ്മൾ അങ്ങനത്തെ ഗോകുലിന്റെ പല ഭാഗത്തിലുള്ള നമ്പറുകൾ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗോകുലിനോട് ചോദിക്കും സുരേഷ് ഗോപി സാറിനെ ഒന്ന് അനുകരിക്കുമെന്ന്, പുള്ളി കിടലായിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. നോട്ട് ജസ്റ്റ് പുള്ളിയുടെ ഫാദർ മാത്രമല്ല, കുറേ സാധനങ്ങൾ പുള്ളി ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ഇത് ശരിക്കും ലോകം ഒന്ന് കാണണം ചെയ്യും, ഇത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഈ ഒരു സൈഡ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗോകുലിന് ഇങ്ങനത്തെ ട്രൈറ്റ്സ് ഗോകുലിന് ഉണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഭയങ്കര ഒരു ഗ്ലാക്സോ ബേബി ഫീൽ. ആലൻ അലിന് ഗോകുലിന്റെ ലെസ് എക്സ്പ്ലോർഡ് സൈഡിനെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത്. അത് മാത്രമല്ല ഇപ്പോഴും ഞങ്ങളിടയിൽ സംസാരിക്കുമ്പോൾ സ്റ്റിൽ അലിനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് മറ്റേ സംസാരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറയും ശരിയാ, ഞാനും നമ്മളീ കാണുന്ന ഇന്റർവ്യൂസ് അല്ലേ, ഈ എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗോകുലിൽ തിരിച്ച് അച്ഛനിങ്ങനെ കാര്യം വേറെ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഇതില് സത്യം പറഞ്ഞ മുടിയൊക്കെ ഇച്ചിരി ലോങ് ആണ്, ഇച്ചിരി തൊപ്പി വെച്ചിട്ടുണ്ട് ത്രൂ ഔട്ട്. കുറെ വെയിറ്റും ഗെയിൻ ചെയ്തതിന് വേണ്ടി, അല്ല ഓൾറെഡി തടിയുള്ള ആളാ, പക്ഷെ അല്ല വെയിറ്റ് ഗെയിൻ ചെയ്ത് ഒരു 103 കിലോളം ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് കുറച്ചില്ലോ. അപ്പൊ ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടിട്ട് ഒരു 79-ലോട്ടൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണല്ലോ കിങ് ഓഫ് കൊത്ത. അതെ അതെ, ഇത് കഴിഞ്ഞാണ് പാപ്പനിലും ഞാൻ അഭിനയിക്കുന്നത്. അതെ, പാപ്പനിൽ എനിക്ക് കുറച്ചുകൂടെ മെലിഞ്ഞ് അഭിനയിക്കുന്നത്. VFX ഒരുപാട് ടൈം അതെ അതെ മിറാക്കി കണ്ടവർക്ക് അറിയാലോ, അത് ഒരിക്കലും ഒരു തട്ടിക്കൂട്ട് VFX അല്ല. പക്ഷെ റീസണബിൾ ആയിട്ട് കൺവിൻസിങ് ആയി തോന്നിയതും അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തു. റീസണബിൾ ടൈം ആയിരുന്നു. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിന് അങ്ങനെ കാശ് അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ, ഈ പരിധി ഉണ്ടല്ലോ. നമ്മളൊരു 2022 ലാസ്റ്റ് തൊട്ട് നമ്മളത് ഫെസ്റ്റിവൽസ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അയച്ചു. അപ്പം അങ്ങനത്തെ ഫെസ്റ്റിവൽസിൽ നിന്ന് വന്ന നമുക്ക് കുറച്ച് അവാർഡ്സ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്, 15 ടൈറ്റിൽസ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ചെറുതല്ല. പ്രമാണ ഇന്റർനാഷണൽ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിൽ ഒരു സ്റ്റാൻഡിങ് അവേഷൻ ഉണ്ടായിരുന്നു നമ്മളുടേത്. അപ്പോൾ അതിൻ്റെ റീലിൽ കിടപ്പുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇതിൽ ഇത്രയും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന റിലേറ്റ് ചെയ്യുന്ന ഹ്യൂമറും പോപ്പ് കൾച്ചർ റെഫറൻസസും ഒന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. അവർക്ക് അതിൻ്റെ വേറൊരു സൈഡും ഇതിൻ്റെ വിഷ്വൽ ഹ്യൂമറൊക്കെയാണ് കൂടുതൽ കിട്ടുക. ഇപ്പോൾ ഗൂഗിളിന് ഇപ്പോൾ ഈ നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ഭയങ്കര സറ്റയർ ആയിട്ടുള്ള ഡിസ്കഷനും പരിപാടിയൊക്കെ വരുമ്പോഴും ഇതൊരു കൊമേഴ്ഷ്യൽ ഫോർമാറ്റിലേക്ക് വരുന്നു. ഇപ്പോൾ ഇങ്ങനെ ബീഫിൻ്റെ ഇഷ്യൂ എന്നൊക്കെ ഗീഫ് എന്നൊക്കെ പറയുമ്പോഴും അത് സിനിമയിൽ ഭയങ്കര സറ്റയർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഗൂഗിളിന് പേഴ്സണലി ഒരു ഡബിൾ തോട്ട് ഉണ്ടാവില്ല, ഓക്കെ ഇത് അച്ഛനായിട്ട് കമ്പയർ ചെയ്യും, അങ്ങനെ റിലേറ്റ് ചെയ്യാനുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു ഡബിൾ തോട്ടായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ, അതോ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട്? എനിക്ക് എൻ്റെ അച്ഛനെ അറിയാവുന്നതുകൊണ്ട് അച്ഛനും അങ്ങനെ ബയസ്ഡ് അല്ല, ഞാനും അങ്ങനെ ബയസ്ഡ് അല്ല. അച്ഛനിപ്പോൾ ഇന്ന പാർട്ടിയുടെ ഇതായിട്ട് കൂടിയും അച്ഛൻ സഹായിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരിൽ മീഡിയക്കാർ അല്ല ഇന്ന പാർട്ടിയിൽ വന്നാൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ മൈൻഡ് ചെയ്യില്ല എന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അച്ഛൻ ഡെലിവർ ചെയ്തിട്ടുള്ളത്. അത് പലതും നാട്ടുകാർക്കാർക്കും അറിയില്ല, അറിയിക്കത്തുമില്ല. അപ്പം
അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇത് നമ്മളൊരു കലാരൂപത്തിൽ അത് ഡെലിവർ ചെയ്യുന്നത്. ഇതേപോലെ മൂവി കണ്ടതാണ്. അതെ, അച്ഛൻ മൂവി കണ്ടതാണ്. ആക്ച്വലി ആ ഫെസ്റ്റിവൽ ഔട്ട്പുട്ടാണ് അച്ഛൻ കണ്ടത്. അത് മറ്റൊരു എഡിറ്റ് വേർഷൻ ആണ്. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. കുറച്ചും കൂടി ഉണ്ട്. എന്തായിരുന്നു ഇത് സെൻസറിൽ കുറച്ച് പോയി. സെൻസറിലാണ് പോയത്. അതെ, ഓക്കെ. എന്തായിരുന്നു അച്ഛന് ഇഷ്ടപ്പെട്ടു സിനിമ. അതുകൊണ്ട് ഇത് ഗണേഷ് ഏട്ടനെ വിളിച്ചിട്ട് ഗണേഷ് സാറിന്റെ ഗണേശൻ കലക്കിന്ന് ഉള്ള യൂസേജ് ആണ് അച്ഛൻ അഞ്ചേണ്ട തോളത്ത് തട്ടിയിട്ട് പറഞ്ഞത്. അച്ഛൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഗണേഷ് മാമന്റെ കുറെ ചേഷ്ടകളൊക്കെ അതിനകത്ത്. കാരണം നമ്മൾ ഒരിക്കലും ഇപ്പം അഖിൽബു പറഞ്ഞത് എൻ്റെ എന്തോ വ്യത്യാസപ്പെട്ട ഒരു സാധനം കണ്ടു. ഗണേഷ് സാറിന്റെ ലോക വ്യത്യാസപ്പെട്ട സാധനമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ബേസിക്കലി ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആക്ടറിന്റെ ആരാധകരാണ്. അദ്ദേഹം ചെയ്ത ഇപ്പം ഞാനിങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം ഇരകളൊക്കെ ഇപ്പം പറയുന്നത് എല്ലാവരും എനിക്കിപ്പോ ഹലോയിലെ അനിയനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ആരും പറയുന്നല്ല ആ പോലീസ് ക്യാരക്ടർക്ക്. അങ്ങനെയാണ് നമ്മൾ സാജനില് മസ്റ്റായിട്ട് അദ്ദേഹം വേറെ നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് ഞാനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ആദ്യമായിട്ട് ഗണേശൻ്റെ നമ്പർ എനിക്ക് വേണം, അടുത്ത ആഴ്ച ഒന്ന് വിളിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത. അപ്പം ഇങ്ങനൊരു സാധനം വന്നപ്പോഴും ഇവരുടെ പ്രൈമറി തോട്ട് തന്നെ ഗണേശനായിരുന്നു ആ ക്യാരക്ടർ. ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് 4th ഇതിന്റെ സ്പെഷ്യൽ സ്ക്രീനിങ് നടക്കുന്നത് 6th ഉറപ്പായിട്ടും മീഡിയ എൻകൗണ്ടർ വരും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ ഗൂഗിളിന്. ഗൂഗിൾ എപ്പോഴും യോജിക്കേണ്ട സ്ഥലത്ത് യോജിക്കും, ഞാൻ വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കും എന്ന തന്നെ സ്റ്റാൻഡായിരുന്നു. ഇത്തരം സ്ക്രീനിങ് നടക്കുമ്പോൾ അവിടെയും ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഡബിൾ തോട്ടും കാര്യങ്ങളൊക്കെ, ഒരു കൺഫ്യൂസ്. പ്രിവ്യൂ സമയത്ത് ഞാൻ കൊടുത്ത ബൈറ്റിലുള്ളതായിരുന്നു. ഇല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. പിന്നെ മനുഷ്യനാണ്, മനസ്സിലൂടെ നമ്മൾ പറയുന്ന ഉത്തരം മാത്രമായിരിക്കും ഓടിയിട്ടുണ്ടാവുക. ആ വിഷയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 4 വർഷത്തോളം എനിക്ക് വേറെ പെയിൻ ഉണ്ടായിരുന്നു, എൻ്റെ മാനസികമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും മറ്റേ പ്രതികാരം വീട്ടേണ്ട ഒരു അവസരമൊന്നും അല്ലത്. അവിടെ നമ്മളൊട്ടും വലുതാവുന്നില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ആരും അങ്ങനെയല്ല. ഞാൻ നേരത്തെ എൻ്റെ അച്ഛനെ ഇതേപോലെ വളരെ വൾഗറായിട്ട് വിഷ്വലായിട്ട് ട്രീറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. ഞാൻ ഒരു മറുപടി ഫേസ്ബുക്കിലൂടെ കൊടുക്കുകയൊക്കെ ചെയ്തത്. അതുപോലും വളരെ ഒരു തഗ് ലൈഫ് മോഡിൽ ആഘോഷിക്കപ്പെട്ട സംഭവമായിരുന്നു. ഓൺലൈൻ മീഡിയ. എനിക്ക് ഭയങ്കര വേണമെങ്കിൽ ഇരുന്ന് ഗമ കൂട്ടാവുന്നൊക്കെ ഒരു വിഷയമായിരുന്നു. പക്ഷെ ഞാൻ അതും വേദനയോടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അയാളുടെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞ ആളുടെയും അച്ഛനെയോ അമ്മയോ ഒക്കെ തന്നെയാണ് ഞാനും പറഞ്ഞത്. അതൊട്ടും നല്ലൊരു കാര്യമല്ല. എത്രത്തോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാവോ അത് തന്നെ ചെയ്യുക. അതാണ്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പം എൻ്റെ അച്ഛൻ പറയുന്ന പലതിനും എതിരഭിപ്രായങ്ങളുണ്ടാവും. അച്ഛൻ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നുമില്ല. അതുപോലെ തന്നെ മറിച്ചും വേറെ ആരും എല്ലാവരും അങ്ങ് തികഞ്ഞ ആൾക്കാരും ഒന്നുമല്ല. അപ്പം എല്ലാവരും അവരുടെ ഒരു ഞങ്ങളെല്ലാം തികഞ്ഞ ആൾക്കാരല്ല, ഞങ്ങൾ മനുഷ്യരാണെന്ന് എല്ലാവരും സ്വയം തിരിച്ചറിഞ്ഞ് ഒന്ന് ഗ്രൗണ്ടഡ് ആവുന്നതാണ് നല്ലതെന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡിസ്കഷനും ഫുള്ള് സോഷ്യൽ മീഡിയ ഡിസ്കഷനിലൊക്കെ സുരേഷ് ഏട്ടൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ വിജയിക്കുമ്പോൾ ഭയങ്കര ആഹ്ലാദവും, ഇപ്പോൾ സുരേഷ് ഏട്ടൻ പഠിച്ച കോളേജിൽ, ഫാത്തിമ കോളേജിൽ കൂടെ പഠിച്ചവരുടെ സ്റ്റോറിയൊക്കെ വരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മിനിസ്ട്രി ക്യാബിനറ്റ് മിനിസ്ട്രി ഇതിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോഴും ഗോകുൽ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ. അച്ഛൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ് ഇപ്പൊ ശരിക്കും? ഈ പറഞ്ഞ പോലെ അച്ഛൻ അങ്ങനെ ഒരു പദവിയിലോ അല്ലെങ്കിൽ ഒരു പൊസിഷനിലോ അങ്ങനെ ഓവർവെൽംഡ് ആവുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛൻ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ജനങ്ങൾ തന്നെ ജയിപ്പിച്ചു വിട്ടിട്ടും അച്ഛന് അങ്ങനെ കേന്ദ്രമന്ത്രി ആവണം എന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതായത് സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്തുണ്ടാക്കാനായിട്ടോ അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല അച്ഛനത്. സിനിമയെ പോലും എനിക്ക് മേജർ രവി സാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഭയങ്കര ഹെവി ആയിട്ട് ശമ്പളം വാങ്ങിക്കുന്നത്. പക്ഷെ അതും അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അത് വാങ്ങിക്കുന്നത്. എനിക്കും ആ ലോജിക്ക് പലപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിത് തരേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കിത് ഉള്ളതല്ലേ, എന്തിനാ അച്ഛൻ ഇങ്ങനെ കൊടുക്കുന്നത്, ഇതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ നേരം നമ്മളും പ്രായം കൂടുന്നവർ നമുക്ക് അത് വളരെ ചെറുപ്പത്തിലേട്ടോ. അതെ, ഞാൻ ചെറുപ്പത്തിലെ കാര്യം സ്കൂൾ ടൈമിലായാലും ഒന്ന് കോളേജ് ടൈമിലായിരുന്ന സമയത്തായാലും അതെ അതെ വെറുതെ ഇനി അത് നീ ഈ പ്രായത്തിൽ ചിന്തിച്ച ചേട്ടാ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടി റെഡിയാക്കുകയല്ല. ഇവര് ചെയ്തില്ലെങ്കിലും അടുത്ത ആൾക്കാർ ചെയ്യും. അത് തന്നെയാണ് നടക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ വിമർശിച്ചത്. അപ്പോൾ ഒരു OG കോണ്ടന്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള സാധനം കട്ട് ചെയ്തിട്ട് ഒരു ബന്ധമില്ലാത്ത ആരൊക്കെയോ എടുത്തിടുക. തിരുത്തലുകൾ പണ്ടുമില്ല. ഇപ്പൊ ചെറിയ കോളം വാർത്തയിൽ തിരുത്തലുണ്ടാവുള്ളൂ. പിന്നെ ഈ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ നോട്ടീസ് ചെയ്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പേജസിൻ്റെ പേരും അതിൽ വെറുതെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരൻ്റെയും വെറുതെ അച്ഛൻ്റെയും എൻ്റെയും ഇവർക്കൊരു ലൈക്ക് കൊടുക്കുമോ,
അതപ്പോ എനിക്ക് അത് കാണുമ്പോഴത്തേക്ക് എന്നാ 2 തെറി മെസ്സേജ് അയക്കാം എന്നാ എനിക്ക് തന്നെ തോന്നാറുള്ളൂ അത് കാണുമ്പോഴത്തേക്ക്. അത് കാണുമല്ലേ? അപ്പൊ പിന്നെ ഇവൻ എന്തിനു ലൈക്ക് കൊടുക്കുന്നത് ഇങ്ങനെ? അതായത് ഞാൻ എൻ്റെ അച്ഛനാ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സഹോദരനാ, എനിക്ക് അത് ഇങ്ങനെ തോന്നി, ഇതൊരു അൺവാണ്ടഡ് പോസ്റ്റ് അല്ലേ എന്ന് തോന്നി. എന്തിനു ഇവർക്ക് വെറുതെ ലൈക്ക് കൊടുക്കുന്നത് എന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ ആണോ വേറെ ഈ ആൾക്കാർക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെറുതെ ആണെങ്കിലും. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് അച്ഛൻ വിജയിച്ചപ്പോൾ ഫുൾ ഇങ്ങനെ ഓൺലൈനിലാ ഇതാ അങ്ങനെയല്ല. അച്ഛൻ തോറ്റപ്പോഴും ജയിക്കാൻ വേണ്ടി പ്രയത്നിക്കുമ്പോഴും അച്ഛൻ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിരുന്നു മീഡിയയുടെ മുന്നിൽ ഫോർ ദ റോങ് റീസൺസ്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാനും ബലിയാടായിട്ടുണ്ട്. എവിടെയൊക്കെയോ എനിക്ക് സംസാരിക്കാനായിട്ട് അവസരം കിട്ടി, അപ്പോൾ പറഞ്ഞു. ബേസിക്കായിട്ട് ഇപ്പോൾ ആദ്യം അവർ ആക്ട്രസ്, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഹർ നെയിം ബിക്കോസ് ഐ ഡോണ്ട് നോ വെദർ ഷീ ഈസ് കംഫർട്ടബിൾ വിത്ത്, അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയൊരു വേദിയിൽ മറിച്ചായി കാര്യങ്ങളുടെ റിയാലിറ്റി മറിച്ച് വന്നപ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങളല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛൻ ഇപ്പോഴും വിൻ ചെയ്തില്ല എന്ന്. അപ്പോൾ ഇത് ഉണ്ടാവുമോ? ഇങ്ങനൊരു ബാക്ക്ലാഷ് അവർക്കുണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവർക്ക് വീണ്ടും ഒന്നും കൂടി അതിന് ഓക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും എഫക്റ്റീവായിട്ട് അവിടെ നിൽക്കുകയാണെന്നുള്ളത് അവർക്കും തോന്നാം. ബേസിക്കായിട്ട് ഇങ്ങനത്തെ കുറേ എന്താ സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളിലാണ് മനുഷ്യർ തൃപ്തി കണ്ടെത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തർക്കത്തിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ 2 ഭാഗത്തിനും തർക്കിക്കാനുള്ള പെർമിഷൻ കൊടുക്കും അല്ലേ? ആ ഇത് വേണം, ആ ഒരു ഡെമോക്രസി കീപ്പ് ചെയ്യണം. അതാണ് ഇപ്പം ഗൂഗിൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരത് പറഞ്ഞിട്ടും അച്ഛൻ പേഴ്സണലായിട്ട് പോലും വേണമെങ്കിൽ അവരെ വിളിച്ചിട്ട് മോളങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്ന് വേണമെങ്കിൽ എൻ്റെ അച്ഛന് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല അച്ഛൻ. തിരിച്ചിങ്ങനെ സംഭവിക്കുമ്പോഴും എന്താ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നിൽ എൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ നെഞ്ചത്ത്, ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പോകുന്നത്. എല്ലാവർക്കും അവരുടെ അഭിപ്രായം വോയിസ് ചെയ്യാനുള്ള ഇതുണ്ട്. അഭിപ്രായത്തിൻ്റെ ത്രഷോൾഡ് എവിടെയാണ് വെക്കുക എന്നുള്ളത് എല്ലാ ആൾക്കാരും, അതിപ്പം ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ മാത്രമല്ല, അതിൻ്റെ പിന്നിലിരിക്കുന്ന നിങ്ങളും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. OG കോണ്ടന്റ് വിട്ട ആൾക്കാർ ഒരു അബദ്ധം പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേറെ ആൾക്കാർ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നോ ക്യാപ്ഷൻസ് ഇട്ട് മാറ്റുന്ന സമയത്ത് OG കോണ്ടന്റ് ഇട്ട ആൾക്കാർ ഇങ്ങനെ അല്ല എന്നൊരു കമൻ്റ് എങ്കിലും അതിൻ്റെ താഴെ ഇടാനായിട്ടുള്ളൊരു ഇത് നല്ല സജഷൻ കാണിക്കണം. ആക്ച്വലി ഇങ്ങനെ അല്ല പുള്ളി പറഞ്ഞത് എന്നുള്ളത് OG കോണ്ടന്റ് ഇട്ട ആൾക്കാർക്കെങ്കിലും പറയാം. പിന്നെ തെറ്റിദ്ധാരണ ഒരു മാറ്റം തുടങ്ങിയാൽ അതൊരു ഒരു ഇത് സോഷ്യൽ മീഡിയ അത്ര മാനിപ്പുലേറ്റഡ് ആയി മാറുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇച്ചിരി എഡിറ്റ് തിരിച്ചാ ഇപ്പോൾ നമുക്കറിയാലോ. ഞാൻ ഈ അടുത്ത് കണ്ടൊരു വീഡിയോ ആണ്, മിന്നലിൽ മാധവൻ റിമ സെന്നിനെ നോക്കുന്ന മഴയത്ത് ഡാൻസ് കളിക്കുന്നതിന് BGM മാറ്റിയപ്പോൾ അത് ത്രില്ലറായി പോയി, തട്ടിക്കൊണ്ട് കൂടായി പോയി. അത് ഏതൊരു ക്ലാസിക് ഏതൊരു ആളുടെ വലിയൊരു ഡയറക്ടറിൻ്റെ ഒരു തിയറിയിലുണ്ടെന്നത്, ഒരു നോട്ടം അല്ലേ? പേരെന്ന് ആ ഡയറക്ടറിന്റെ എനിക്കറിയില്ല, പക്ഷേ എന്നാലും റീസെന്റ് വേൾഡ്സ് ഫേമസ് മറ്റേ ക്ലാസിക് നീ കാണുന്ന അദ്ദേഹത്തിന്റെ സിനിമ അദ്ദേഹത്തിന്റെ ഒരു തിയറിയിൽ എന്തോ ഉള്ളതാണെന്നത്. എഡിറ്റിൽ അർത്ഥം മാറി പോവല്ലോ. അപ്പം അത് ഒറിജിനൽ കണ്ടന്റ് ഇട്ടവർ ആ ഇതിൻ്റെ അടിയിൽ ഒരു കമന്റ് എത്രയാണെങ്കിലും അവരുടെ ഓൺലൈനിൽ എംപ്ലോയീസ് ഉണ്ട്, ഇവർ കാണും. അത് നമ്മളുടെ അല്ല, ഇദ്ദേഹം ഇങ്ങനെ അല്ല പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ശീലം വന്നാൽ വിശ്വാസ്യത വീണ്ടും കൂടുകയാണ്. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് എന്തെങ്കിലും സെല്ലബിൾ ആയിട്ടുള്ള അബദ്ധങ്ങളാണെങ്കിൽ അത് കൂടുതൽ സെല് ചെയ്യാനായിട്ടുള്ള വ്യഗ്രത ഉണ്ട്. അല്ല അത് പിന്നെ ഓക്കെ, ഒറിജിനൽ കണ്ടന്റിലുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ OG കോണ്ടന്റില് ഒരു അബദ്ധം ഉണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കാനും ഭയങ്കര അതുണ്ടാവും. അല്ല അതെന്നും ഉണ്ട്, അത് ഇന്നൊന്നും മാത്രമല്ല എന്നും ഉണ്ട്. മീഡിയ ഉള്ള കാലം തൊട്ടേ അവരുടെ ഓഡിയൻസസ് അതിനാണ്. പക്ഷെ മറ്റേത് എനിക്ക് ഈ പറഞ്ഞ സജഷൻ ചിലപ്പം മുന്നോട്ട് വരാം. ഒറിജിനൽ കണ്ടന്റ് എടുത്തവർ വന്നിട്ട് പറയാം ഇത് ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ അടുത്ത് ഇദ്ദേഹം ഇതല്ല പറഞ്ഞു. ആ ഒരു മാറ്റം തുടങ്ങിയാൽ പതുക്കെ പതുക്കെ എല്ലാവരും അത് ചെയ്തു തുടങ്ങും. അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ബേസിൽ ജോസഫ് എന്ന ഡയറക്ടർ നോക്കിയാൽ തന്നെ ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നതും അത് പുൾ ഓഫ് ചെയ്യുന്നതും അജുവേട്ടൻ വഴിയാണല്ലോ. അതായത് ഒരു ഫീച്ചർ ഡെബ്യൂ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ അരുൺ ചന്തുവിൻ്റെ ഒക്കെ ആയാലും ഈ പ്രൊജക്റ്റ് അജു വർഗീസിന്റെ കയ്യിൽ നിന്ന് ഓൺ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഒരുപാട് സംവിധായകരുടെ ഇടയിൽ നോക്കിയാൽ. ഇത് തരുന്ന കിക്ക് എന്താ ശരിക്കും? ഇത് കിക്കല്ല, ഒരുപാട് പേരുടെ അങ്ങനെ നോക്കിയാൽ കാണാം. ഇതെന്റെ ഇൻഷുറൻസ് പോളിസിയാണ്. ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ്. ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ആ സാഹചര്യങ്ങളിൽ ഇന്ന ആളിലൂടെ എനിക്ക് ഒരു
ബെനിഫിറ്റ് ഉണ്ടാകുക. അതായിരുന്നു എൻ്റെ ഇത്. ഇപ്പം നാളെ ഇപ്പം നോക്കുമ്പോൾ അതൊരു പ്രീമിയം അടച്ചു വിട്ട പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് നോക്കുമ്പോൾ എനിക്ക് അഭിനയം പഠിക്കണം. ഷോർട്ട് ഫിലിം ഇപ്പൊ ബിപിൻ ദാസിന്റെ കൂടെ ഉണ്ണിമൂലം ചെയ്യുമ്പോഴും ദീപു ആണ് അത് എഴുതിയത്. ബേസിൻ്റെ കൂടെ തുണ്ടുപടം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത പ്രിയംവദ കണ്ടു. ജൂഡ് ആന്റണിയുടെ കൂടെയും യെല്ലോ പെൻ ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ ഷോർട്ട് ഫിലിമിൽ എനിക്ക് അഭിനയം പഠിക്കണം. കാര്യം മലർവാടി അഭിനയിച്ചു, ഡോക്ടർ ലവ് സെവൻസും ചെയ്തു. ഈ പരിപാടി എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഒന്ന് ട്രെയിൻഡ് ആവണം. അതിനുവേണ്ടി ഞാൻ എടുത്ത മാർഗങ്ങൾ നാച്ചുറലി ഇവർ ഗംഭീരമായതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് പോയത്, അസോസിയേറ്റ് ചെയ്തത്. അവരെന്താണെങ്കിലും സംവേ ഓർ ദി അതർ ഇവരൊക്കെ എന്താണെങ്കിലും ഉറപ്പുള്ളതുകൊണ്ടാണ് പോയത്. അവരുടെ മെറിറ്റ് കണ്ടിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗഗനാചാരി 21st റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞത് സ്പെഷ്യൽ സ്ക്രീനിങ് ആണ്. തിയേറ്റർ സ്ക്രീനിങ്ങിനും ഭയങ്കര വലിയ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.